സെമിഫൈനലിൽ ഓസ്ട്രേലിയ നൽകിയ 265 റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കാൻ ഇന്ത്യക്ക് നന്നായി പൊരുതേണ്ടതായി വന്നിരുന്നു. 84 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത്. എന്നാൽ ടീമിന്റെ യഥാർത്ഥ ഹീറോ ശ്രേയസ് അയ്യരാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസിയാണ് ഇന്ത്യയെ കളി ജയിപ്പിച്ചതെന്ന് പറഞ്ഞാലും തെറ്റില്ല. 47 ഓവർ പൂർത്തിയായപ്പോൾ ഓസീസ് 7 വിക്കറ്റിന് 248 റൺസ് എന്ന നിലയിലായിരുന്നു. വളരെ മികച്ച ടൈമിങ്ങോടെ അനായാസം റൺസ് എടുത്തുകൊണ്ടിരുന്ന അലക്സ് കേരിയാണ് 61 റൺസോടെ അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത്. അംഗീകൃത ബാറ്റർമാരെ എല്ലാം നഷ്ടമായതിനാൽ തന്നെ ഓസീസിന്റെ പ്രതീക്ഷകൾ മുഴുവൻ അദ്ദേഹത്തിലായിരുന്നു. ഹർദിക് പാണ്ഡ്യയാണ് 48ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയത്. സ്ട്രൈക്ക് നേരിട്ടത് ക്യാരിയായിരുന്നു. ക്രീസിന്റെ മറുഭാഗത്ത് സ്പിന്നർ ആദം സാംബയും ഉണ്ടായിരുന്നു. ബാക്ക്വേർഡ് സ്ക്വയറിലേക്ക് കളിച്ച ക്യാരി ഡബിൾ എടുത്ത് സ്ട്രൈക്ക് നിലനിർത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ നിന്നും മിന്നൽ വേഗത്തിലാണ് ബോളിലേക്ക് ശ്രേയസ് ഓടിപ്പാഞ്ഞെത്തിയത്. ഇതിനിടെ വരുൺ ചക്രവർത്തിയും ഷോർട്ട് ഫൈൻ ലെഗിൽ നിന്നും ഓടിയെടുത്തെങ്കിലും തന്നേക്കാൾ മികച്ച ഫീൽഡറായ ശ്രേയസിനെ കണ്ടതോടെ വഴിമാറി കൊടുക്കുകയായിരുന്നു. കുതിച്ചെത്തിയ ശ്രേയസ് പന്തെടുക്കുകയും വിക്കറ്റിലേക്ക് ത്രോ ചെയ്യുകയും മിന്നൽ വേഗത്തിലായിരുന്നു. വിക്കറ്റ് കീപ്പർ KL രാഹുൽ സ്റ്റെമ്പ് ചെയ്യാൻ ശ്രമിക്കും മുമ്പ് തന്നെ വിക്കറ്റിൽ ബോൾ പതിച്ചു.